ഹലോ എവരിവൺ. ഇപ്പൊ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാന കാരണങ്ങളെ മനസ്സിലാക്കി അതിനെ ഒഴിവാക്കി നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. അത് എന്തൊക്കെയാണ്, ഏത് രീതിയിൽ അതിനെ ഓവർകം ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ കൃത്യമായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ അറ്റൻഷൻ മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നു. അതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫങ്ഷനിങ് ആണ്. നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്, അത് നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പീരീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സമീപിക്കുന്നത്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അങ്ങനെ എന്തെന്നില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്ത് നമുക്ക് വേണ്ടതാണ്, എന്ത് നമുക്ക് വേണ്ടാത്തതാണ് എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ഒരു കൺഫ്യൂസിങ് മോഡിലാണുള്ളത്. ആ മോഡ് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സോ അതെങ്ങനെ മനസ്സിലാക്കാം, അത് ഏതൊക്കെ രീതിയിൽ ചേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രോബ്ലം ആണ്. നമ്മൾക്ക് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. പലർക്കും ഈ കാര്യങ്ങൾ അറിയാം, പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഇഷ്യൂ. ഇന്ന് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നത്തെ, നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വൈ ആർ യു നോട്ട് ഏബിൾ ടു ഫോക്കസ്? എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പിന്നീടുള്ള കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിരിക്കും. ഒരു 3 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു വീഡിയോ പോലും സ്പീഡായിട്ട് കാണാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനിടയിൽ നമ്മൾ നിർത്തിപ്പോകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ റീലുകളായിട്ടും 30 സെക്കൻഡ് സ്റ്റാറ്റസുകളായിട്ടും നമ്മളെ വീണ്ടും അവരിലേക്ക് അടുപ്പിക്കുന്നത്. ഒരു ഷോർട്ട് ഫോമിലേക്കല്ല നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തീർക്കാനുള്ള വർക്കുകളോ. അത് ലോങ് ടേം പ്രോസസ് ആണ്. ഇപ്പോൾ ഒരു മണിക്കൂറുള്ള ഒരു വീഡിയോ, നമ്മുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കായിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാണ്, അവിടെ ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപകടകരമായ ഒരു കണ്ടീഷനിലേക്കാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് യാതൊരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സക്സസ് നൽകുന്നില്ല എന്നുള്ളത്. പിന്നെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് ബോറടിച്ചു തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഷോർട്സ് പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് സ്കിപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ വരികയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആവുകയും ചെയ്യും. സോ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളെ ഇത് ബാധിച്ചു തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു കോഗ്നിറ്റീവ് ഫറ്റീഗ് എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ്. ബേസിക്കലി നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന ഒരു ക്ഷീണം, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരികയും നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റാതെ വരികയും ഒരു കാര്യങ്ങളിലും നമ്മൾ മോട്ടിവേറ്റഡ് ആകാതിരിക്കുകയും, നമുക്ക് പ്രോപ്പറാണ്, നമ്മുടെ ബോഡി പ്രോപ്പർ ആണെങ്കിലും നിങ്ങളുടെ മെന്റൽ എബിലിറ്റി വളരെ കുറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സമയം പഠിക്കാൻ കഴിയുന്നില്ല. ക്രമരഹിതമായിട്ടുള്ള സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, സ്ട്രെസ്, ആങ്സൈറ്റി അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെയിൻ, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക, കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ: ഓർമ്മക്കുറവുണ്ടാവും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, സ്ലോ തിങ്കിങ് അല്ലെങ്കിൽ ഇൻഡിസിഷൻ, തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, മിസ്റ്റേക്കുകൾ വർദ്ധിക്കുന്നു, ലോ മോട്ടിവേഷൻ, നമ്മളൊരു ഫോഗി മോഡിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കൊഗ്നിറ്റീവ് ഫറ്റീഗിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങളത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എന്താണോ നമ്മൾ എയിം ചെയ്യുന്നത് അത് നേടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പെസിഫിക് ആൻഡ് ക്ലിയർ ഗോൾസ്, അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാണ്? നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷനും ഫോക്കസും ഇതിലൂടെ ലഭിക്കും. നമ്മുടെ പ്രോഗ്രസ് നമുക്ക് അളക്കാൻ സാധിക്കും, മെഷറബിൾ ആയിരിക്കും. കൃത്യമായിട്ട് നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. നമ്മുടെ കൺഫ്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കൂടുതലായിട്ട് പഠിക്കുമെന്നതിലുപരി നമ്മളൊരു യൂണിറ്റ് എടുക്കുക. ഈ യൂണിറ്റിൽ
ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിക്കും എന്ന് കൃത്യമായിട്ട് പറയുക. അപ്പോൾ നമ്മളുടെ പഠനത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെ നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും, മെഷറബിൾ ആയിരിക്കും. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാക്കുക, പുരോഗതി ട്രാക്ക് ചെയ്യുക. നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർത്തോ എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സമയബന്ധിതമായിട്ട് അത് തീർക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ തന്നെ അനലൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് മോർണിംഗിൽ ഒരു 10 മണി മുതൽ 12 മണി വരെ പഠിക്കും എന്നുള്ളതാണെങ്കിൽ ഈ ഒരു സമയം കൃത്യമായിട്ട് നമ്മൾ അതിനായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക, ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക. ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടിലൂടെ മാത്രമേ നമുക്കിത് സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യത്തെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതും ക്ലിയർ ആയിട്ടുള്ളതുമായ ഗോളുകൾ സെറ്റ് ചെയ്യുക, അതിന്റെ പ്രാധാന്യം അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് പൊമോഡോറോ. നമ്മൾ ഓൾറെഡി മുമ്പേ ഒരു വീഡിയോ ഇതിനായിട്ട് ചെയ്തതാണ്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു 25 മിനിറ്റ് നമ്മൾ പഠിക്കാൻ എടുക്കുക, നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ അതിലേക്ക് കൊടുക്കുക, നമ്മളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ ഒരു 4 സെഷൻസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഒരു എബിലിറ്റി കൂടിക്കൊണ്ടേ വരും. നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യുക, ഡിസിപ്ലിൻ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. മൈൻഡ് എപ്പോഴും ഫ്രഷ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിരിക്കും. നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, 25 മിനിറ്റ് അല്ലേ, നമുക്ക് വളരെ കൃത്യമായിട്ട് ഇരിക്കാമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഓവർലോഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വന്ന് പോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിനൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ആ ഒരു 25 മിനിറ്റ് വർക്ക് ചെയ്യുക, ഫുൾ കോൺസെൻട്രേഷൻ പഠിക്കുക, ഫുൾ കോൺസെൻട്രേഷൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഡിസിപ്ലിനും ഫോക്കസും അവിടെ ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്നുള്ളത് പോകെ അത് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചില മാറ്റി വെക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം മൊബൈൽ ആപ്പുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ്, സോഷ്യൽ മീഡിയ, ഇതാ 25 മിനിറ്റ് പൊമോഡോറോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്തേക്ക് അത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, നോയ്സുകൾ, ചാറ്റിങ്ങുകൾ അത് ഓഫ് ചെയ്ത് വെക്കുക, ബ്ലോക്ക് ചെയ്ത് വെക്കുക. മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടോ വെള്ളം കുടിച്ചുകൊണ്ടോ ഒക്കെ നമ്മുടെ കാര്യത്തിലേക്ക് ഏർപ്പെടുക. അൺഓർഗനൈസ്ഡ് സ്റ്റഡി സ്പേസിനെ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് വർക്ക് സ്പേസിനെ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. എല്ലാം അടുക്കും ചിട്ടയോടെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നണം നമ്മളിവിടെ പഠിക്കാനിരുന്നതാണ്, നമ്മൾ വർക്ക് ചെയ്യാനിരുന്നതാണ്. ആ തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ പഠനത്തിലേക്ക് ഇരിക്കുക. എപ്പോഴും പറയുന്നതാണ്, ആവശ്യമുള്ളത് മാത്രം, അതിനെ തിരിച്ചറിയുക. എന്താണ് നമുക്ക് ആവശ്യമുള്ളത് തിരിച്ചറിയുക, സമയം ക്രമീകരിക്കുക, ചെറിയ ചെറിയ ഇടവേളകൾ എടുക്കുക. അടുത്തൊരു പോയിന്റ് ആണ് ട്രെയിൻ യുവർ ബ്രെയിൻ ഫോർ അറ്റൻഷൻ. അതായത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിനൊക്കെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് ബ്രെയിനിനെ അതിന്റെ അറ്റൻഷനിലേക്ക് എത്തിക്കുക. എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? നമ്മളിപ്പം ഒരു ഫോക്കസ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു മസിൽ ബിൽഡ് ചെയ്യുന്ന പോലെയാണ്, അല്ലെ? റെഗുലർ ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക്കലി അറ്റൻഷൻ ഉണ്ടാവും. നമ്മുടെ മനസ്സ് ഫുൾ ആ ഒരു പ്രാക്ടീസിങ് ലെവലിലേക്ക് എത്തിക്കുക. ചെറിയ ചെറിയ മൈൻഡ് ഗെയിമുകൾ, അതായത് പസിലുകൾ സോൾവ് ചെയ്യുക, അങ്ങനെയുള്ള മൈൻഡ് ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുക. ശാശ്വതമായിട്ടുള്ള ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങി അത് റെഗുലർ ആക്കുക, അതിന് കൂടുതൽ എഫേർട്ട് കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്കൊരു ലാസ്റ്റിംഗ് അറ്റൻഷനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, FES, ഗുഡ് ഫുഡ്, ഗുഡ് എക്സസൈസ്, ഗുഡ് സ്ലീപ്പ്. ഗുഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോഡിക്കും അതുപോലെ തന്നെ ബ്രെയിനും ഫ്യൂവലാണ്. അപ്പൊ അത് നല്ല രീതിയിലുള്ളത്, പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ, ധാന്യങ്ങൾ, സമീകൃതമായിട്ടുള്ള ഭക്ഷണം ശീലമാക്കുക. എക്സസൈസ് എന്ന് പറയാൻ നമുക്കറിയാം, ഒരു 1 hour ഡെയിലി എക്സസൈസ് ചെയ്യാം. സ്ലീപ്പ് എന്ന് പറയുമ്പോൾ 7-8 മണിക്കൂർ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക. അത് റെഗുലറായിട്ട് ആ ഒരു ടൈം കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് സെറ്റാവും. നമ്മുടെ കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ സമയം, എത്ര സമയം ഉറങ്ങണം അത് റെഗുലർ ആക്കാൻ നോക്കുക. എത്ര സമയം എക്സസൈസ് അത് റെഗുലർലി ചെയ്യുക. ഒരിക്കലും റെഗുലർലി ഇറഗുലർ ആകാതിരിക്കുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് പോയിന്റ് വൈസ് ആയിട്ട് മുഴുവൻ കാര്യങ്ങളും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു പോയിന്റോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ഒരു ധ്യാനിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ സന്യാസിമാർ ഇരിക്കുന്നു, അല്ലെങ്കിൽ അത് വേറെ രീതിയിലൊന്നും കാണേണ്ടതില്ല. നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിന്ന് സുഖമായിട്ട് ഇരിക്കുന്നു,
നമ്മളൊന്ന് കണ്ണുകൾ അടക്കുക, ശ്വാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുക, ശ്വാസം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. കൃത്യമായിട്ട് ഒരു 5-10 മിനിറ്റ് ഇത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ഒരേ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യും. ഇത് റെഗുലർ ആക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ 10 ദിവസം ചെയ്തത് കൊണ്ടോ ഇല്ല. ഇനി അങ്ങോട്ടേക്ക് എല്ലാ ദിവസങ്ങളും ഇത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലം, കൃത്യമായിട്ടുള്ള ടൈം, ഈ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ, ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനേ സാധിക്കുകയുള്ളൂ. ഇത് തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പൂർണ്ണമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഗോയിങ് ആൻഡ് സ്റ്റേ സേഫ്.